രണ്ട് മിസ് ആരാ മിസോറാം ഏതാണ് മിസോറാം. ദെൻ ത്രിപുര ഏതാണ് ത്രിപുര. ദെൻ ബംഗ്ലാവ് എന്നുള്ളത് ബംഗ്ലാദേശ് ആണെന്ന് മനസ്സിലാക്കാനും പിന്നെ അവിടെ ഒരു സംസ്ഥാനം കൂടെ കിട്ടണം. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പഠിച്ചു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പരീക്ഷകളൊക്കെ വന്നെത്തുകയായി. ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കോഡ് ഉപയോഗിച്ച് പഠിക്കാം. അതിൽ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതികൾ എല്ലാവർക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണിത്. ഈ 12 പദ്ധതികൾ ഈ ഒരു ടേബിൾ SCERT 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ അല്ലെ, ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒട്ടുമിക്ക പരീക്ഷകളിലും ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ടേബിളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് ഓരോന്നിൻ്റെയും ലക്ഷ്യങ്ങൾ അതേപോലെ പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 12 പദ്ധതികളും അതിൻ്റെ ഓരോന്നിൻ്റെയും ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറിയൊരു കോഡിങ് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പമാവും. അല്ലെങ്കിൽ ഈ 12 എണ്ണം പഠിക്കുമ്പോൾ വൈഹാർട്ട് പഠിക്കുമ്പോൾ വലിയ പാടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വർഷവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. 1951 സ്റ്റാർട്ടിങ്, 51 to 56 ഒന്നാമത്തെ പദ്ധതി അല്ലെ, ഒന്നാം പ്ലാന് 51 to 56 ആണ്. അപ്പൊ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്, കാർഷിക മേഖലയുടെ വികസനമാണ് ഒന്നാം പ്ലാൻ, ഒന്നാം പദ്ധതിയുടെ ഏറ്റവും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ വികസനമാണ്. ദെൻ രണ്ടാമത് നോക്കിയേ 56 to 61, 5 വർഷമാണ് കാലാവധി, എല്ലാവർക്കും അറിയാലോ. 51 56, 56 61, 66. ഓക്കെ, ഇത് 3 എണ്ണം അങ്ങനെ തന്നെ പോവുക. 51 56, 56 61, 61 66. ഓക്കെ, യെസ്. അപ്പം ഒന്നാം പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തെങ്കിൽ രണ്ടാം പദ്ധതി എന്താണ്, വ്യാവസായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഇവിടുന്ന് കാങ്ങെടുക്കുക, ഇവിടുന്ന് വ്യാങ്ങെടുക്കുക കേട്ടോ. കാർഷിക മേഖല ഇവിടെ എന്താണ്, വ്യാവസായിക വികസനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ദെൻ മൂന്നാം പദ്ധതി എന്താണ്, 1961 to 66 എന്തൊക്കെയാണ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ദെൻ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതേപോലെ തന്നെ നമ്മുടെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഇതിനൊക്കെയാണ് പ്രാധാന്യം നൽകിയത്. നാലാമത്തെ പദ്ധതി നമുക്കറിയാം 1951 to 56, 56 to 61, 61 to 66. പിന്നെ വരേണ്ടത് 66 to അല്ലേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, പലർക്കും അറിയുന്നതാണ് അല്ലെ. 66 to 69 അല്ലെ, പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുക അല്ലെ, പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുക. ഹോളിഡേ അല്ല ശരിക്കും, അവിടെ എന്താണ് ആനുവൽ പ്ലാൻസ് ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ മൂന്നാം പദ്ധതിയുടെ ഒരു പരാജയത്തോടു കൂടി തൽക്കാലം നിർത്തിവെച്ചതാണ് ആനുവൽ പ്ലാൻ എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ പ്ലാൻ ഹോളിഡേ എന്നാണ് പൊതുവെ വിളിക്കുക. 66 to 69. ദെൻ പിന്നെ 69 to 74 എന്ത്, 69 to 74 എന്ത്, നാലാം പദ്ധതി ആരംഭിക്കുന്ന 69 to 74 സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഓക്കെ, കോഡ് ഞാനൊന്ന് ലാസ്റ്റ് ഒരു മൂന്ന് ഡയലോഗ് മാത്രം മതി ഇത് 12 എണ്ണം എളുപ്പത്തിൽ ഓർമ്മിക്കാൻ. ആദ്യം ഇതൊന്ന് അതിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്, എന്നാലാണല്ലോ ഈ കഷ്ണം ഡയലോഗെല്ലാം പറയുമ്പോൾ ഇത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടൊന്ന് ആദ്യം ഇതിലൂടെ ഒന്ന് വായിച്ച് കടന്നു പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ 69 to 74 നാലാം പദ്ധതി, സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഓക്കെ, അതാണ് എന്ത്, നാലാം പദ്ധതിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ അഞ്ചാം പദ്ധതി 74 നിർത്തിയെടുത്ത് തുടങ്ങുക, 74 to 79 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രധാന ലക്ഷ്യമായിട്ട് കണക്കാക്കിയത്. ദെൻ ആറാം പദ്ധതി 74 to 79 അല്ലേ ഇതിന്റെ കാലാവധി. പക്ഷേ നിങ്ങൾക്കറിയാം മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് 78 പരിപാടി അങ്ങ് നിർത്തി അല്ലെ, 78 നിർത്തി. ഈ 78 to 79 അല്ലെ, ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൊറാർജി ദേശായിയുടെ ഭരണകാലത്ത് നേരത്തെ നമ്മൾ പ്ലാൻ ഹോളിഡേ എന്ന് വിളിച്ചില്ലേ, അതേപോലെ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ അതിനെ വിളിക്കുന്നത് റോളിംഗ് പ്ലാൻ എന്നാണ്. എന്താണ്, റോളിംഗ് പ്ലാൻസ്. ഓക്കെ, അപ്പൊ മൊറാർജി ഗവൺമെന്റ് എന്ത് നടപ്പിലാക്കി കാലയളവിൽ, റോളിംഗ് പ്ലാൻസ് നടപ്പിലാക്കി. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എത്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 80 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 74 to 79 വേണം ശരിക്കും 5 കൊല്ലം, പക്ഷെ 78 നിർത്തലാക്കുന്നു. പിന്നെ ആ ഒരു പീരീഡിൽ 78 79 ആ കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാൻസ് നടപ്പിലാക്കുന്നു. ദെൻ 80 എന്ത് ചെയ്യുന്നു, അടുത്ത ആറാം പദ്ധതി ആരംഭിക്കുന്നു. അപ്പോൾ 80 to 85 കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ട് കണ്ടത്. കാർഷിക മേഖലയിലെയും വ്യവസായ മേഖലയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ
അല്ലെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് 6ാം പദ്ധതിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ട് കൈക്കൊണ്ടത്. ദെൻ 7ാം പദ്ധതി ഇവിടെ 85 നിർത്തി. 85 to 90. 85 90 എന്താണ്? ആധുനിക വൽക്കരണം അല്ലെ, തൊഴിലവസരങ്ങൾ വർധനവ്, ആധുനിക വൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഇതാണ് എന്ത് പ്രധാന ലക്ഷ്യമായിട്ട് കൈക്കൊണ്ടത്. 85 to 90. ദെൻ 8ാമത്തെ പദ്ധതി 92 to 97. ഇവിടെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ആനുവൽ പ്ലാൻസ് ആണ് അല്ലെ. ഈ ഗ്യാപ്പ് വരുന്നത് 2 വർഷത്തെ ഗ്യാപ്പ്. ആ ഒരു കാലഘട്ടത്തിൽ 90 അല്ലെ 98 90 92 ആ കാലഘട്ടത്തിൽ എന്താണ്? ആനുവൽ പ്ലാൻസ് ആണ് നടപ്പിലാക്കുന്നത്. ആ ആനുവൽ പ്ലാൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ 8ാം പദ്ധതി ആരംഭിക്കുന്നു. 92 to 97. മാനവശേഷി വികസനമാണ് ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ. ദെൻ 9ാം പദ്ധതി 1997 നിർത്തിയെടുത്തും 97 to 2002. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഓക്കെ, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് എന്ത് 9ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ 10ാം പദ്ധതി 2002 to 2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കലാണ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. ഓക്കെ, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. ദെൻ 11ാം പദ്ധതി 2007 to 12. 2007 to 12 ആണ്. എന്താണ്? സമഗ്ര വികസനമാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമായിട്ട് കണ്ടത്. ദെൻ 12ാം പദ്ധതി. ദെൻ അവസാനത്തെ അല്ലെ, പിന്നീട് ആ പരിപാടി അങ്ങ് നിർത്തിയല്ലോ അല്ലെ, നമുക്കറിയാലോ. പ്ലാനിംഗ് കമ്മീഷനൊക്കെ അവസാനിപ്പിച്ച് നീതി ആയോഗ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറി. 12ാം പദ്ധതി 2012 to 2017 ആണ് കാലാവധി. സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം 12ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുസ്ഥിര വികസനം. അപ്പൊ ടേബിള് ഇതേപോലെ ആദ്യം ഒന്ന് പരിചയം ഉണ്ടാക്കുക. ഒന്ന് എന്താണ് ഓരോന്നിന്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ പരിചയം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ആകെ ഒരു 3 ഡയലോഗിലൂടെ ഇതിന്റെ ഓരോന്നിന്റെ ലക്ഷ്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവും. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. കാരണം ഇതിൽ നിന്ന് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്, ഈ ടേബിളിൽ നിന്ന് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഓർമ്മിക്കുക, 3 ഡയലോഗ്. ഒന്നാമത്തെ ഡയലോഗ്, ഈ ഒരു ഡയലോഗ് നിന്ന് നമുക്ക് 5 പദ്ധതികൾ കിട്ടും. അതിന്റെ ലക്ഷ്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? കാവ്യ. നമ്മള് കഥാപാത്രം നമ്മളെ കാവ്യാണ്. ഇവിടെ 1ാമത്തെ 2ാമത്തെ ഡയലോഗിൽ കാവ്യ വരും കേട്ടോ. അപ്പൊ കാവ്യ ഭക്ഷണം സ്ഥിരമായി കഴിക്കാത്ത എന്താ? ദാരിദ്ര്യം കൊണ്ടാ. ഓക്കെ, സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടിയിട്ടൊന്നല്ല. എന്താണ്? ദാരിദ്ര്യം കൊണ്ടാണ്. അപ്പൊ കാവ്യ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാത്ത എന്താണ്? ദാരിദ്ര്യം കൊണ്ടാണ്. സിമ്പിൾ, സാധാരണ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് അല്ലേ. കാവ്യ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാത്ത എന്താണ്? യെസ്, എന്തുകൊണ്ടാണ്? ദാരിദ്ര്യം കൊണ്ടാണ്. കാവ്യ ഭക്ഷണം സ്ഥിരമായി കഴിക്കാത്തത് ദാരിദ്ര്യം കൊണ്ടാണ്. കാവ്യ ഇതാ നോക്കിയേ, 1ാം പദ്ധതി ക എന്താണ്? കാർഷിക മേഖല. അതിലും കാ മതി, കാരണം മേഖലയാന്ന് നമുക്കറിയാം, കാർഷികമാണ്, വ്യവസായം എന്നൊക്കെ അറിയാം. അപ്പൊ 1ാമത്തത് കാർഷിക മേഖല. 2ാമത്തത് ഇതാ വ്യ, കാവ്യ, വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം. 3 നോക്കിയേ, ഭക്ഷണം. ഓക്കെ, ഭക്ഷണം എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നുകൂടെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ കാവ്യ, ഭക്ഷണം 3. ദെൻ 4ാമത്തെ നോക്കിയേ, സ്ഥിരമായി കഴിക്കാത്ത, ഇടയ്ക്കെല്ലാം കഴിക്കല കേട്ടോ, സ്ഥിരമായി കഴിക്കാത്ത എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച. അതിന്റെ കൂടെ സ്വാശ്രയത്വം കൂടെ ഓർമ്മിക്കുക. അത് ഓർമ്മിക്കുമ്പോൾ തന്നെ കിട്ടുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്ഥിരമായി എന്നുള്ളിടത്ത് നിന്ന് സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമാണ് 4ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ 5ാമത്തത് എന്താണ്? ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാത്തത് എന്തുകൊണ്ടാ? ദാരിദ്ര്യം കൊണ്ടാണ്. എന്താണ്? ദാരിദ്ര്യമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് 5ാം പദ്ധതിയുടെ ലക്ഷ്യം. അപ്പൊ കാവ്യ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാത്തത് ദാരിദ്ര്യം കൊണ്ടാന്ന് ഓർമ്മിച്ച 5 എണ്ണം ക്രമത്തിൽ കിട്ടും. കാവ്യ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാത്തത് ദാരിദ്ര്യം കൊണ്ടാണ്. കാവ്യ കാർഷിക മേഖല, വ്യവസായ മേഖല, ഭക്ഷണം ഭക്ഷ്യ സ്വയം പര്യാപ്തത, ദെൻ സ്ഥിരമായി സ്ഥിരതയോടുകൂടിയ വളർച്ച, ദെൻ ദാരിദ്ര്യം. ഓക്കെ, അപ്പൊ 5 എണ്ണായില്ലേ. അപ്പൊ കാവ്യ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. ആ ഒരൊറ്റ ഡയലോഗ്. ഇനി 2ാമത്തെ ഒരു ഡയലോഗ് കാവ്യനെ പറ്റി തന്നെയുള്ള ഒരു ഡയലോഗാണ്. കാവ്യനെ പറ്റി 2ാമതൊരു ഡയലോഗ്. കാവ്യ ഒരു ആധുനിക മനുഷ്യനാണോ? ഒന്നുമില്ല, ഹോമോസാപ്പിയൻസ് എന്നൊക്കെ പറയാം നമ്മള് അല്ലെ. അപ്പൊ കാവ്യ ആധുനിക മനുഷ്യനാണ്. ഇത്രയേ ഉള്ളൂ. കാവ്യ ആധുനിക മനുഷ്യനാണ്. അടുത്ത 3 എണ്ണം കിട്ടാനാണ്. കാവ്യ ആധുനിക മനുഷ്യനാണ്. അപ്പം കാവ്യ ആധുനിക മനുഷ്യനാണ്. അപ്പൊ നോക്കിയേ,
ഈ ആറാം പദ്ധതിയിൽ കാവ്യ ഒരുമിച്ചും എടുക്കുക. ആദ്യം കാവ്യ കാവ്യ എന്നെടുത്ത് കാ എടുത്ത് വ്യ എടുത്ത് ഒന്നും രണ്ടും ആക്കി. ഇവിടെ ആറാമത്തേൽ കാവ്യനെ ഒരുമിച്ചും എടുത്താൽ മതി. കാർഷിക വ്യവസായ മേഖലകളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തല. കാർഷിക മേഖലയിലെയും വ്യവസായ മേഖലയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം ആറാം പദ്ധതി. അപ്പൊ ആ കാവ്യനെ ഒരുമിച്ചും എടുക്കുക. ദെൻ 7ാം പദ്ധതി നോക്കിയേ, ആധുനികവൽക്കരണം അല്ലെ. ആധുനികവൽക്കരണം, അതിലൂടെ തൊഴിലവസരങ്ങളുടെ വർധനവ്, ഇതൊക്കെയാണ് എന്ത് 7ാം പദ്ധതി കൊണ്ട് ലക്ഷ്യം വെച്ചത്. അപ്പം കാവ്യ ആധുനിക മനുഷ്യനാണ്. 8ാം പദ്ധതി എന്താണ്? യെസ്, മനുഷ്യശേഷി വികസനം, മാനവ വിഭവശേഷി വികസനം. മാനവ വിഭവശേഷി വികസനമാണ് എത്രാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? 8ാം പദ്ധതിയുടെ. അപ്പം കാവ്യ ആധുനിക മനുഷ്യനാണെന്ന് ഓർമ്മിച്ചാൽ മതി. കാവ്യ ഭക്ഷണം സ്ഥിരമായി കഴിക്കാത്തത് ദാരിദ്ര്യം കൊണ്ടാ. കാവ്യ ആധുനിക മനുഷ്യനാണ്. അപ്പൊ എത്രണ്ണായി? 5 3 8 എണ്ണായില്ലേ? അടുത്തൊരു ഡയലോഗ് കൂടെ മാത്രം. ഇനി എന്താ? ഗ്രാമീണരുടെ മൂലധനം സമഗ്രവും സുസ്ഥിരമാണ്. ഒറ്റ ഡയലോഗ്. ഗ്രാമീണരുടെ മൂലധനം സമഗ്രവും സുസ്ഥിരവും. ഗ്രാമീണരുടെ ഇത് കോഡ് കുറച്ച് ബുദ്ധിമുട്ടില്ലേ നിങ്ങൾക്ക് തോന്നും. പക്ഷെ എന്താ, 12 എണ്ണം പഠിക്കാനുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. എത്രാമത്തെ അറിയാത്തവരാണ് പലരും. പക്ഷെ ഇത് വെച്ച് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ, ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. എക്കണോമിക്സിൽ ഒരു മാർക്ക് മിക്കവാറും പരീക്ഷകളിൽ ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ, ഗ്രാമീണരുടെ മൂലധനം സമഗ്രവും സുസ്ഥിരവുമാണ്. ഗ്രാമീണരുടെ മൂലധനം സമഗ്രവും സുസ്ഥിരവുമാണ്. 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞാൽ മതി. ഈ 12 എണ്ണം നിങ്ങൾ അത് ഓരോന്നും പഠിക്കുക. അതിന് എന്താണ് ഇഷ്ടം പോലെ സമയം എടുക്കും. നിങ്ങൾ മണിക്കൂറുകൾ എടുക്കും. എന്നിട്ട് എടുത്താലോ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ മറന്നും പോകും. ഏതൊക്കെയായിരുന്നു, 1 ഏതാ, 2 ഏതാ, 3 ഏതാ, 8 ഏതാ എന്നുള്ള പ്രശ്നം വരും. ഓക്കെ, അതേസമയം 3 ഡയലോഗ് ബൈഹാർട്ടാക്കാൻ അത്ര സമയം വേണ്ട. പക്ഷെ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷെ എന്താണ്, ഒന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കുക. ഗ്രാമീണരുടെ മൂലധനം സമഗ്രവും സുസ്ഥിരമാണ്. ഗ്രാമീണരുടെ മൂലധനം എന്താ? സമഗ്രവും സുസ്ഥിരവുമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഗ്രാമീണരുടെ മൂലധനം സമഗ്രവും സുസ്ഥിരവുമാണ്. 9 10 11 12. 9 ഗ്രാമീണരുടെ ഗ്രാമീണ വികസനം. റൂറൽ ഡെവലപ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ അവിടെ അതിന്റെ കൂടെ എന്തായാലും നിങ്ങൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഓർമ്മിച്ചിരിക്കും. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. വികേന്ദ്രീകൃത ആസൂത്രണം അറിയാലോ. അപ്പൊ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് 9ാം പദ്ധതി. ദെൻ 10 മൂലധനം. 10 എന്താ? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. മൂലധനം എന്നുള്ളത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. ദെൻ 11 ഈ സമഗ്ര വെച്ചും ഓർമ്മിക്കുക. എന്താണ്? സമഗ്ര വികസനം, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ദെൻ 12 എന്താണ്? സുസ്ഥിരമാണ്. സുസ്ഥിര വികസനം. അപ്പൊ 12 പദ്ധതിയായി. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്താണ്? കാവ്യ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാത്ത ദാരിദ്ര്യം കൊണ്ടാണെന്നും കാവ്യ ആധുനിക മനുഷ്യനാണെന്ന് ഓർമ്മിച്ചാൽ 5 3 8 എണ്ണം കിട്ടി അല്ലേ. യെസ്. പിന്നെ എന്താണ്? 4 എണ്ണം കിട്ടാൻ ഗ്രാമീണരുടെ മൂലധനം സമഗ്രവും സുസ്ഥിരമാണെന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പം ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. അതൊന്ന് അവിടെ എഴുതി വെക്കുക. ഈ 12 എണ്ണം അങ്ങ് ഉറപ്പിച്ചോളുക. ഒരു മാർക്ക് മിക്ക പരീക്ഷകളിലും നിങ്ങൾക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഭൂപടം, അതിലെ നിറങ്ങള് ഓരോന്നിനെയും സൂചിപ്പിക്കുന്നതാ. സവിശേഷതകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെ? ഇത് മറ്റതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിളാണ്. ഈ ഒരു ടേബിളിൽ നിന്ന് 10ാം ക്ലാസ്സിലെ ഈ ഒരു ടേബിളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് ഏതെങ്കിലുമൊക്കെ കടന്നു വരാറുണ്ട്. സ്ഥിരം ചോദ്യങ്ങൾ കടന്നു വരുന്നൊരു സാധനമാണ്. ചെറിയ ക്ലാസ്സിലും ഉണ്ട് ഒരു ടേബിള്. അതിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് പിന്നെ ആ ടേബിൾ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഓരോ ഭൂസവിശേഷതകളും അതിനെ സൂചിപ്പിക്കുന്ന നിറവുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. കോഡൊന്നും വേണ്ട. അതിന് എന്ത് ചെയ്യുക? ആ നിറങ്ങളായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ബോക്സ് ഇവിടത്തേക്ക് എടുത്തതാണ്. ഓക്കെ, അതില് അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ കറുപ്പ് നിറത്താലാണ് സൂചിപ്പിക്കുക. അതേപോലെ തന്നെ വരണ്ട ജലാശയങ്ങൾ. ഓക്കെ, പിന്നെ റെയിൽപാത, ടെലഗ്രാഫ് ഈ ലൈനുകളൊക്കെ സൂചിപ്പിക്കുന്നതും എങ്ങനെയാണ്? കറുപ്പ് നിറം കൊണ്ടാണ്. ഓക്കെ, എന്തൊക്കെയാണ്? അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകളും കറുപ്പ്. ദെൻ വരണ്ട ജലാശയങ്ങൾ. ഓക്കെ, നീല ജലാശയങ്ങൾ എന്ന് പറഞ്ഞല്ലേ പഠിക്കുക നമ്മള്. അപ്പം നല്ല വെള്ളമൊക്കെയുള്ള ജലാശയം നീല അല്ലെ. ദെൻ വരണ്ട ജലാശയങ്ങൾ എന്താണ്? കറുപ്പ്. ദെൻ റെയിൽപാതകൾ കറുപ്പ്. കൽക്കരി, പണ്ട് തീവണ്ടിയൊക്കെ കൽക്കരി അല്ലേ. അപ്പൊ കൽക്കരിയൊക്കെ ഉള്ള റെയിൽപാത ഓർമ്മിച്ചാൽ മതി. കരിപുരണ്ട ജീവിതാണല്ലോ അവിടെ ഉള്ളത്. ഓക്കെ, യെസ്. റെയിൽപാത,
ടെലിഫോൺ ടെലഗ്രാഫ് ലൈനുകൾ ഇതൊക്കെ എന്താണ്? കറുപ്പാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ സമുദ്രം, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽക്കിണറുകൾ, ജലസാന്നിധ്യമുള്ള, അതായത് അത്യാവശ്യം നന്നായിട്ട് ജലസാന്നിധ്യമുള്ള ജലാശയം. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടല്ലോ. നമ്മൾ നീല നിറല്ലേ പറയുക, ജലം അല്ലേ? യെസ്. നീലവിപ്ലവം സമുദ്രോൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പഠിച്ചല്ലേ? യെസ്. അപ്പൊ നീല കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നീല. ദെൻ വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടങ്ങള് അല്ലെ, ഇതൊക്കെ എന്താണ്? പച്ച. നൈസർഗിക സസ്യജാലങ്ങൾ എന്താണ്? പച്ച. പച്ച, പച്ചപ്പ്. ഇതൊക്കെ പച്ചപ്പുള്ള സാധനങ്ങൾ തന്നെയാണ്. അതെന്താണ് നിറം? പച്ചയാണ്. ദെൻ കൃഷിസ്ഥലങ്ങൾ മഞ്ഞയാണ്. അത് ചിലപ്പോൾ ചില ആളുകളൊക്കെ കൃഷിസ്ഥലം എന്നൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ നൈസർഗിക സസ്യജാലങ്ങൾ പച്ചയായതുകൊണ്ട് കൃഷിസ്ഥലങ്ങളും പച്ച എന്നൊക്കെ രീതിയിൽ ചിന്തിച്ച് പോകാറുണ്ട്. അങ്ങനെ ചിന്തിക്കരുത്. മഞ്ഞൾ കൃഷിയാണ്. പണ്ടത്ര സാധനമല്ല, ഞാനിപ്പോൾ അത് പറഞ്ഞ് വിവാദമാക്കുന്നില്ല. മഞ്ഞൾ കൃഷിയാണ്. ഓക്കെ. അപ്പം മഞ്ഞൾ കൃഷി എന്ന് ഓർമ്മിക്കുക. മഞ്ഞ കൃഷി മഞ്ഞയാണ്. കൃഷിസ്ഥലങ്ങള് മഞ്ഞ നിറം. ഓക്കെ. ദെൻ തരിശു ഭൂമി എന്താണ്? വെള്ളയാണ്. തരിശു ഭൂമി വെള്ള. വെള്ളം ഇല്ലാതാകുമ്പോഴാണല്ലോ ഭൂമി തരിശായി പോകുന്നത്. ഓർമ്മിച്ചാൽ മതി. ഓക്കെ. അപ്പൊ തരിശുഭൂമി വെള്ളയാണ്. തരിശുഭൂമിയെ സൂചിപ്പിക്കാൻ വെള്ള. വെള്ളമില്ലാതാകുമ്പോൾ തരിശുഭൂമിയായി പോകുന്ന, ഭൂമി തരിശായി മാറുന്നതുകൊണ്ട് തരിശുഭൂമി വെള്ള. ദെൻ ചുവപ്പ് നിറം കൊണ്ടാണ് എന്ത് സൂചിപ്പിക്കുന്നത്? പാർപ്പിടങ്ങളും റോഡ് അല്ലെ, പാതകള്, മറ്റു പാതകള്, ഗ്രിഡ് ലൈനുകള്. ഗ്രിഡ് ലൈനുകൾ എന്ന് പറയുമ്പോൾ ഈസ്റ്റിങ്സും നോർത്തിങ്സും അറിയാലോ. ഗ്രിഡ് ലൈനുകൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഏത് നിറം കൊണ്ടാണ്? ചുവപ്പ് നിറം കൊണ്ടാണ്. ഗ്രിഡ് ലൈനുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ചുവപ്പാണ്. പിന്നെയോ റോഡുകള്, പാർപ്പിടങ്ങള് ഇതൊക്കെ എന്താണ്? ചുവപ്പാണ്. ഓക്കെ. യെസ്. റോഡുകള്, റോഡിൽ ചോര ചിതറുന്നു, ആക്സിഡന്റുകൾ അല്ലെ, ചോര, അങ്ങനെ തന്നെ ഓർമ്മിക്കുക അല്ലെ. പാർപ്പിടങ്ങൾ, ഓക്കെ, പാർപ്പിടം, റോഡ് ഇതൊക്കെ എന്താണ്? ചുവപ്പ് നിറത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ദെൻ കോണ്ടൂർ രേഖകള്, മൺകൂനകളും മണൽക്കുന്നുകളൊക്കെ തവിട്ട് നിറത്തിലാണ്. മണ്ണ് കേൾക്കുമ്പോൾ തന്നെ തവിട്ട് നിറം കിട്ടുമല്ലോ. അപ്പം മണൽക്കൂനകള്, പിന്നെ എന്താണ്, മണൽക്കുന്നുകള്, മൺകൂനകള്, കോണ്ടൂർ രേഖകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടൂർ അറിയാലോ. കോണ്ടൂർ രേഖകൾ ഇതൊക്കെ എന്താണ്? തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പം സാധനങ്ങളാണ് ഇതൊക്കെ. അത് നിർബന്ധമായിട്ടും മാറാതെ ഉറപ്പിച്ചു വെച്ചോളാം. അത് മിക്കവാറും പരീക്ഷകളിൽ ചോദ്യങ്ങളായിട്ട് കടന്നു വരുന്ന ഒരു ഏരിയ ആണേ. ഓക്കെ. അടുത്തത് വേമ്പനാട്ട് കായൽ പതിക്കുന്ന പ്രധാന നദികൾ. പ്രധാന നദികളിൽ വേമ്പനാട്ട് കായൽ പതിക്കുന്നതൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി. അച്ഛാ 3 മണിക്ക് മീന പെരിയ പാമ്പാണ്. മീന ഫുള്ള് വെള്ളമാണ്, വെള്ളം അടിച്ച് പാമ്പായി പോകും. ഓക്കെ. അപ്പൊ അച്ഛനോട് പറയുന്നതാണ്. മറ്റൊരു സഹോദരി വിളിച്ച് പറയുക മീനേനെ പറ്റി. അച്ഛാ 3 മണിക്ക് മീന പെരിയ പാമ്പ. ഒരു 3 മണിയാകുന്ന വൈകുന്നേരം 3 മണിയാകുമ്പോൾ തന്നെ മീൻ എന്തായിരിക്കും? വലിയ. പെരിയ മീൻസ് വലിയ. പെരിയ പാമ്പായിട്ട് മാറും കേട്ടോ. അപ്പം അച്ഛാ, അച്ഛൻ കോവിലാർ. 3 മൂവാറ്റുപുഴയാർ. 3 മൂവാറ്റുപുഴയാർ. ദെൻ മണി, മണിമലയാർ. മണി ഏതാണ്? മണിമലയാർ. ദെൻ മീന, മീനച്ചിലാർ. ഏതാണ്? മീനച്ചിലാർ. പെരിയ, പെരിയാർ. പാമ്പ, പമ്പ. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ്? വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. ഓക്കെ. അച്ഛൻ കോവിലാറും പെരിയാറും പമ്പയൊക്കെ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേറെയുണ്ട് പ്രധാന നദികളിൽ. ഇതൊക്കെയാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. അച്ഛാ 3 മണിക്ക് മീന പെരിയ പാമ്പ എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ കിട്ടും. അച്ഛാ, അച്ഛൻ കോവിലാർ. 3 മൂവാറ്റുപുഴയാർ. മണി, മണിമലയാർ. ദെൻ മീന, മീനച്ചിലാർ. പെരിയ, പെരിയാർ. പാമ്പ, പാമ്പാണെന്നുള്ളത് എന്ത് കിട്ടണം? പമ്പ കിട്ടണം. ഓക്കെ. അപ്പൊ അത് അവിടെ നിന്ന് ഓർമ്മിക്കാം. ദെൻ അതിർത്തികൾ, അതിർത്തി രാജ്യങ്ങൾ അല്ലെ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓരോ സംസ്ഥാനങ്ങള്, ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളും പല സംസ്ഥാനങ്ങളും നമ്മുടെ അയൽരാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അത് ഓരോ അയൽരാജ്യങ്ങളായിട്ട് എടുത്ത് ബന്ധപ്പെട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് നമ്മൾ പഠിച്ചു വെക്കണം. അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് കൂട്ടത്തിൽ ഒന്ന് ഇപ്പം അങ്ങ് ഉറപ്പിച്ചോളുക. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണേ. ബംഗ്ലാദേശ് ഇതാ ഇവിടെ തന്നെയുണ്ട്. ബംഗ്ലാവ്
അത് ബംഗ്ലാദേശ് എന്ന് ഓർമ്മിക്കാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഒരു മിസ്സാണ്, എൻട്രിയിലുള്ള ഒരു മിസ്സാന്ന് വിചാരിച്ചോ, മേഘാ മിസ്. മേഘാ മിസ്സിന് 3 ഗംഭീര കിടിലം വീടുണ്ട്, ബംഗ്ലാവ് തന്നെയാണ്. ഓക്കെ, അതെല്ലാം അടിപൊളിയാണ്. അതാണ്, ഒന്നുമില്ല, സംഭവം അത്രയേ ഉള്ളൂ. ആ ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി. എന്താണ്, മേഘാ മിസ്സിന്റെ 3 ബംഗ്ലാവും അസലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് തന്നെ, അസലായിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. മേഘാ മിസ്സിന്റെ 3 ബംഗ്ലാവും അസലായിട്ടുണ്ട് എന്ന് പറഞ്ഞേ, കൂടെ പറയടോ. മേഘാ മിസ്സിന്റെ 3 ബംഗ്ലാവും അസലായിട്ടുണ്ട്. അപ്പൊ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെന്നാണ് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഇത് ബംഗ്ലാദേശാന്നുള്ള ഓർമ്മിക്കാൻ വേണ്ടി കൂടിയാണ് ബംഗ്ലാവ് കൊടുത്തത് കേട്ടോ. അപ്പൊ മേഘാലയ, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം മേഘാലയ. 2 മിസ്, ആരാ, മിസോറാം. ഏതാണ്, മിസോറാം. ദെൻ 3 ത്രിപുര. ഏതാണ്, ത്രിപുര. ദെൻ ബംഗ്ലാവ് എന്നുള്ളത് ബംഗ്ലാദേശ് ആണെന്ന് മനസ്സിലാക്കാനും പിന്നെ അവിടെ ഒരു സംസ്ഥാനം കൂടെ കിട്ടണം, പശ്ചിമ ബംഗാൾ. ഏതാണ്, പശ്ചിമ ബംഗാൾ. ഓരോന്നും ഇത് ശരിക്കും അയൽ രാജ്യങ്ങളെ പറ്റി കൃത്യമായ ബോധ്യമായിട്ട് ഇത് നമ്മുടെ പഠനമുറിയിൽ നമ്മുടെ മാപ്പ് തന്നെ കൃത്യമായിട്ട് വേണം. അതിന്റെ ഓരോന്നും തൊട്ടടുത്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അത് ആ ഒരു ധാരണ കൃത്യമായിട്ട് തന്നെ വേണം. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട സാധനമല്ല, രക്ഷയില്ലാത്തവർക്കാണ് ഈ സാധനം പറയുന്നത്. അതല്ല എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു അറ്റ്ലസും മാപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പഠനമുറിയിൽ ഉണ്ടാവേണ്ട സാധനമാണ്. അത് വെച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ട സാധനമാണ്. രക്ഷയില്ലാത്തവർ ഇങ്ങനെ ഓർമ്മിക്കാനാണ് ഈ രീതിയിൽ നമുക്ക് കുറെ അയൽരാജ്യങ്ങളായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഏതാണ്, അസലായിട്ടുണ്ട്, അസം. അപ്പൊ ഇതാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. മേഘാലയ, മിസോറാം, ത്രിപുര, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഒന്നുകൂടെ ഇന്ന് പഠിക്കാം, നമുക്ക് 2 ഇന്ന് പഠിക്കാം. ഓക്കെ, ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ്. ഓക്കെ, ദെൻ ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞെന്താ, മേഘാ മിസ് അല്ലായിരുന്നു, മേഘാ മിസ്സിന്റെ 3 ബംഗ്ലാവും അസലായിരുന്നു. മേഘാ മിസ്സിന്റെ 3 ബംഗ്ലാവും അസലാന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് വേറൊരു ചങ്ങായാണ്, അരുണേട്ടൻ. മേഘാ മിസ്സിന്റെ ഭർത്താവായിക്കോട്ടെ വേണമെങ്കിൽ. ഓക്കെ, അരുണേട്ടൻ, അല്ലെങ്കിൽ നമ്മുടെ മെന്റർ ഉണ്ടല്ലേ, ഹിസ്റ്ററിന്റെ മാഷില്ലേ, അരുൺ. ഓക്കെ, അറിയാലോ. ഓക്കെ, അപ്പൊ അരുണേട്ടൻ ഭൂട്ടാനിലൊരു ബംഗ്ലാവ് എടുത്തിട്ടുണ്ട്, ശരിക്കും അസലായിക്കും. അത്രയേ ഉള്ളൂ. അരുണേട്ടന്റെ ഭൂട്ടാനിലെ ബംഗ്ലാവും അസലായിക്കണ്ടേ, ശരിക്കും അസലായിക്കും കേട്ടോ, ശരിക്കും അസലായിട്ടുണ്ട്. അരുണേട്ടന്റെ ഭൂട്ടാനിലെ ബംഗ്ലാവ് ശരിക്കും അസലായിട്ടുണ്ട്. അരുണേട്ടന്റെ ഭൂട്ടാനിലെ ബംഗ്ലാവ്, ഭൂട്ടാൻ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അരുണേട്ടൻ ആരാണ്, അരുണാചൽ പ്രദേശ്. ദെൻ ബംഗ്ലാവ് പശ്ചിമ ബംഗാൾ. ശരിക്കും സിക്കിം, ശരിക്കും എന്നുള്ളത് ഏതാണ്, സിക്കിം. അസലായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അസം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത് മാത്രം ഇന്ന് ഓർമ്മിക്കാം, ബംഗ്ലാദേശും ഭൂട്ടാനും. ബംഗ്ലാദേശിൽ നമുക്ക് മേഘാ മിസ്സിനെ ഓർമ്മിക്കുന്നു. മേഘാ മിസ്സിന്റെ 3 ബംഗ്ലാവ് അസലായിക്കി എന്ന് പറഞ്ഞു. മേഘാ മിസ്സിന്റെ 3 ബംഗ്ലാവ് അസലായിക്കി. ഇത് അരുണേട്ടന്റെ കാര്യം പറഞ്ഞു. അരുണേട്ടൻ ആകെ ഒറ്റ ബംഗ്ലാവേ ഉള്ളൂ, അത് എവിടെയാ, ഭൂട്ടാനിലാണ് കേട്ടോ. അരുണേട്ടന്റെ ഭൂട്ടാനിലെ ബംഗ്ലാവ് ശരിക്കും അസലായിട്ടുണ്ട്. അരുണേട്ടന്റെ ഭൂട്ടാനിലെ ബംഗ്ലാവ് ശരിക്കും അസലായിട്ടുണ്ട്. അരുണേട്ടൻ അരുണാചൽ പ്രദേശ്, ഭൂട്ടാനുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഓർമ്മിക്കാൻ. ദെൻ ബംഗ്ലാവ് ബംഗാൾ, പശ്ചിമ ബംഗാൾ, ശരിക്കും സിക്കിം, ദെൻ അസലായിട്ടുണ്ട് എന്നാണ്, അസം ആണ്. അപ്പൊ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നതും ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്നതും ക്ലിയർ ആയല്ലോ. ദെൻ അടുത്ത ഇന്ന് ഇതും കൂടെ നമുക്ക് പഠിക്കാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അതും പലതവണ പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. ഇത് പല രീതിയിൽ ചോദിക്കും. കൂട്ടത്തിൽ പെടാത്തത് എന്നുള്ള രീതിയിൽ, ഇത്രയും സംസ്ഥാനങ്ങൾ തന്നിട്ട് പെടാത്തത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകുന്നത് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കടന്നു പോകാത്തത് എന്നോ ചോദിക്കും. അപ്പൊ കടന്നു പോകുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് അത്? ഈ ഒരു ഡയലോഗ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ പണിക്ക് വന്ന ഒരു രാജു, ബംഗാളിയാണ്, ബംഗാളി രാജുവാണ്. ബംഗാളി രാജുവിന്റെ മുതലാളി ഇവിടെ ഉള്ളൊരു മലയാളിയാണ്, ആളരപ്പാളിയാണ്. അയാൾ എന്ത് ചെയ്ത്, ഈ ബംഗാളി രാജുവിന് ദിവസം ഒരു പരിപാടി ഉണ്ട്. അതായത് ദിവസവും പണിക്ക് പോകുന്നതിന് മുമ്പ് മദ്യം ശരിക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ജാറിൽ എടുത്തു വെക്കും. കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ജാറിൽ എടുത്തു വെക്കും. അത് ആരടിച്ച്? മലയാളി മുതലാളി ഉണ്ടല്ലോ, അടിച്ചു മാറ്റിയതാണ്. ആ വിഷമത്തില് ഈ ബംഗാളി രാജു എന്ത് ചെയ്യാണ്, പോയി തൂങ്ങി മരിക്കുകയാണ് കേട്ടോ. എവിടെ പോയിട്ടാ?
ഗുജറാത്ത് പോയിട്ടാണ്. അപ്പൊ ആ സംഭവം ഒന്ന് ഡയലോഗ് പറഞ്ഞാൽ മതി. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെയിലി അല്ലെ മദ്യം എന്ത് ചെയ്യും, മിക്സ് ചെയ്ത് വെക്കും. എത്ര ജാറ്, 3 ജാറ് മദ്യം ദിവസവും എന്ത് ചെയ്യും, മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അതാണ് ആര് അടിച്ചു മാറ്റിയത്, മലയാളി അല്ലെ മുതലാളി അടിച്ചു മാറ്റിയത്. അപ്പൊ അത് മിസ്സായി. അതായത് 3 ജാറ് മദ്യം മിസ്സായതിന് ബംഗാളി രാജു ഗുജറാത്ത് പോയി ചത്തു. ആ ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി. എന്താ പറയേണ്ടത്, 3 ജാറ് മദ്യം മിസ്സായതിന് ബംഗാളി രാജു ഗുജറാത്തിൽ പോയി ചത്തു. ഓക്കെ, 3 ജാറ് മദ്യം മിസ്സായതിന് ബംഗാളി രാജു ചത്തു, ഗുജറാത്ത് പോയി ചത്തു. 3 ജാറ് മദ്യം മിസ്സായതിന് ബംഗാളി രാജു ഗുജറാത്തിൽ പോയി ചത്തു. നോക്കിയേ, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ ഇതില്? ത്രിപുര. ഒന്നാമത്തേതാണ് ത്രിപുര. രണ്ടതാ ജാർ, ജാർഖണ്ഡ്. ഏതാണ്? ജാർഖണ്ഡ്. 3 മദ്യം, മധ്യപ്രദേശ്. ഏതാണ്? മധ്യപ്രദേശ്. ദെൻ മിസ്സായതിന്, മിസ് അടുന്നില്ലേ, മിസോറാം അല്ലെ, മിസോറാം. 4. 5 ബംഗാളി, ബംഗാളി രാജു. 5 ബംഗാളി, പശ്ചിമ ബംഗാൾ. 6 രാജു, രാജസ്ഥാൻ അല്ലെ, രാജസ്ഥാൻ. ദെൻ ഗുജറാത്ത് പോയി ചത്തു. ഗുജറാത്ത് 7. ഏതാണ്? ഗുജറാത്ത്. ചത്തു 8, ഛത്തീസ്ഗഡ്. അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ജാറ് മദ്യം മിസ്സായതിന് ബംഗാളി രാജു ഗുജറാത്ത് പോയി ചത്തു എന്നങ്ങ് പറഞ്ഞേച്ചാൽ മതി. അല്ലെങ്കിൽ ന്യൂമോണിക്സ് എളുപ്പമുള്ള ആളുകൾക്ക് ആണെങ്കിൽ ഇതിന്റെ ആദ്യ ലെറ്റേഴ്സ് ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ടുള്ള ന്യൂമോണിക്സ് ഉണ്ടാക്കാം. പക്ഷെ ന്യൂമോണിക്സ് നമ്മൾ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ, കുറെ ന്യൂമോണിക്സ് പലതിനും വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഉള്ളവര് എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ന്യൂമോണിക്സ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ന്യൂമോണിക്സ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. നമ്മളത് ഏറ്റവും കൂടുതൽ വളരെ എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ചിലത് ന്യൂമോണിക്സ് ഉപയോഗിക്കുക, ചിലത് ഡയലോഗുകൾ ഉപയോഗിക്കുക, ചിലത് കണക്ഷൻ ഇട്ട് വെക്കുക. അങ്ങനെ പല രീതിയിലാണ്, പല കാര്യങ്ങളാണ് അല്ലെ. വർഷങ്ങൾ പഠിക്കാനുള്ള എളുപ്പവഴികൾ നമ്മൾ കുറേ വഴികൾ പറഞ്ഞിട്ടില്ലേ, അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാനും പല വഴികളുണ്ട്. എല്ലാം ഡയലോഗുകൾ മാത്രമല്ല. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞ എല്ലാം ഡയലോഗുകളാണ് അല്ലെ, ന്യൂമോണിക്സ് വന്നിട്ടില്ല. അപ്പം അതേപോലെ തന്നെ ന്യൂമോണിക്സ് ഉപയോഗിച്ചിട്ടും മറ്റു പല രീതികളുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ ഒരു ഡയലോഗിൽ നിന്ന് നമ്മൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളൊന്നും ഇവിടുന്ന് കിട്ടും. എത്ര സംസ്ഥാനങ്ങളാണ് ഇവിടെ? ദെൻ ത്രിപുര, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മിസോറാം, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നിങ്ങനെ എത്ര സംസ്ഥാനങ്ങൾ? 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് അതിലൂടെ പഠിച്ചു. ഞാൻ എപ്പോഴും ഇത് നിങ്ങൾക്കൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്ത് അവിടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീതം ചെയ്യലാണ് സാധാരണ ചെയ്യാറുള്ളത്. അല്ലാതെ കോഡുകൾ മാത്രമായിട്ട് ക്ലാസ്സുകളൊന്നും പൊതുവെ ചെയ്യാറില്ല. ഇത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കല്ലേ, ഒരു ഇരുന്ന് പഠിച്ച് ബോറടിക്കുന്ന സമയത്ത് വെറുതെ യൂട്യൂബിൽ വന്നൊരു വീഡിയോയിലും കണ്ടു നോക്കുക അല്ലേ, ഒന്ന് മനസ്സൊക്കെ ഒന്ന് എളുപ്പമാക്കുക, ഒന്ന് ടെൻഷനൊക്കെ മാറ്റുക എന്നുള്ളതാണ് യൂട്യൂബിലുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലാസ് കൊണ്ടുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കോഡുകളിലൂടെ മാത്രമായിട്ട് ഇപ്പോൾ പഠിച്ചു തീർക്കാൻ ഒന്നും പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നല്ല ഡീപ്പ് സ്റ്റഡിയാണ് ഇപ്പോൾ വേണ്ടിയെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കും നമ്മൾ നല്ല ഡെപ്തിൽ തന്നെയാണ് പഠിക്കുന്നത് അല്ലെ, അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ എത്ര ഡെപ്തിൽ പഠിച്ചാൽ പോലും അവിടെ ചിലപ്പോൾ എളുപ്പമാക്കാൻ, ചില കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇപ്പോൾ തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ കാര്യങ്ങളായാലും അല്ലെ, 12 പദ്ധതികളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ചെറിയൊരു കണക്ഷൻ ഇട്ട് വെച്ച് എന്തെങ്കിലും 2-3 ഡയലോഗിലേക്ക് മാറ്റാം അല്ലെ. 12 കാര്യങ്ങൾ അവിടെ പഠിക്കുന്നതിന് പകരം ആകെ 3 ഡയലോഗിലേക്കൊക്കെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പഠനം എളുപ്പമാവും. അപ്പൊ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഈ ഒരു ഇത്തരം ക്ലാസ്സുകൾ വല്ലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. അടുത്ത വരാൻ പോകുന്ന പരീക്ഷകളിൽ നല്ല ഉന്നത റാങ്ക് നേടി ജോലിയിലേക്ക് കുതിച്ചുകൊള്ളുക. ഓക്കെ, ബൈ.